ശ്രീ എം ജി അരുൺ, ഈ ബജറ്റിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായി പറയുന്ന ഒരു കാര്യം അത് മിഡിൽ ക്ലാസ്സിനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഈ മധ്യവർത്തി വിഭാഗം, മിഡിൽ ക്ലാസ്, ദ സോ കോൾഡ് മിഡിൽ ക്ലാസ് എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് ഏത് വിഭാഗത്തെ അല്ലെങ്കിൽ എന്തിൻ്റെ മാനദണ്ഡത്തിലാണ് എന്ന കാര്യത്തിൽ വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. കാരണം ഈ ആഗോള തലത്തിൽ തന്നെ മിഡിൽ ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുന്ന അതേ പാരാമീറ്റേഴ്സ് തന്നെയാണോ ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്സിനെയും നിശ്ചയിക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന കാര്യം, അതായത് അവരുടെ വേതനമാണോ അവരുടെ എക്സ്പെൻഡിച്ചറാണോ അതിന് മാനദണ്ഡമാക്കേണ്ടത് എന്ന കാര്യത്തിലൊക്കെ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. എങ്കിലും രാഷ്ട്രീയമായി ആ വാക്കിനെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അതിനെ മനസ്സിലാക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ സാമാന്യം വരുന്ന ജനതയെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ബജറ്റ് എന്ന നിലയിൽ ഇതിനെ കാണാൻ കഴിയുമോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, അതിവേഗം വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥ എന്ന ഗണത്തിലാണ് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ BJP കേന്ദ്ര നേതൃത്വം നിരന്തരം വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് പലയിടങ്ങളിലും വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുമ്പോഴും വളർച്ചാ നിരക്കിലെ മാന്ദ്യം നേരത്തെ മിനിസ്റ്റർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഉണ്ട് എന്ന് സമ്മതിക്കുമ്പോഴും ഇതൊരു അപ്വേർഡ് ട്രെൻഡാണ് ഇന്ത്യൻ സമ്പദ്ഘടന കാണിക്കുന്നത് എന്ന ഒരു വാദം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് താങ്കൾ പൂർണ്ണമായും അംഗീകരിക്കുമോ? പബ്ലിക് എക്സ്പെൻഡിച്ചർ കണക്കുകളിൽ കാണുമെങ്കിലും അത് ചിലവാക്കുന്ന തുക ആഭ്യന്തര ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് തട്ടിച്ചു നോക്കുമ്പോൾ കുറവാണ് എന്ന് മന്ത്രി പറഞ്ഞ കാര്യത്തെ താങ്കൾ അംഗീകരിക്കുമോ? സത്യത്തിൽ ഈ ബജറ്റ് മധ്യവർഗത്തെ അഡ്രസ്സ് ചെയ്തു എന്ന് പറയാനാണ് സർക്കാരിന് താല്പര്യം. എന്നാൽ മധ്യവർഗത്തെ സംബന്ധിച്ച് മധ്യവർഗം എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നുള്ളൊരു ചോദ്യം ഇവിടെ ചോദിച്ചിരുന്നല്ലോ. പ്രൈസ് എന്ന് പറയുന്ന ഒരു ഡൽഹി ബേസ്ഡ് തിങ്ക് ടാങ്കിൻ്റെ മാനദണ്ഡം പൊതുവെ സ്വീകരിക്കപ്പെട്ട ഒരു മാനദണ്ഡമാണ്. അതിന് പ്രകാരം 6 ലക്ഷം രൂപയും 36 ലക്ഷം രൂപയും വാർഷിക വരുമാനം, അതിനിടയിലുള്ള 6 ലക്ഷം മുതൽ 36 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള ഹൗസ് ഹോൾഡ്സിനെയാണ് ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് നമ്മൾ പൊതുവെ കണക്ക് കൂട്ടുന്നത്. ഏതാണ്ട് 57 കോടി ജനങ്ങൾ ഇതിനകത്ത് പെടുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇവർ രാജ്യത്തിൻ്റെ മൊത്തം ഉപഭോഗത്തിൻ്റെ ഏതാണ്ട് 50% പിന്നെ ഇവരിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പിന്നെ അതിൽ തന്നെ ലോവർ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു മേജർ ചങ്ക് എന്ന് നമുക്ക് പറയാവുന്നത്. ഏതാണ്ട് 60%. ഇന്ത്യയുടെ ആകെ ജനസംഖ്യയുടെ ഏതാണ്ട് 35% വരുമോ ഈ പറയുന്ന താങ്കൾ പറഞ്ഞതുപോലെ പ്രൈസ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന വിഭാഗം? തീർച്ചയായിട്ടും വളരെ, അതായത് നമ്മുടെ മൊത്തം ഉപഭോഗത്തിൻ്റെ 50% ഉപയോഗിക്കുന്നത് ഈ മിഡിൽ ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മിഡിൽ ക്ലാസ്സിനെ അവഗണിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വലിയൊരു ഒരു പ്രഷർ ഈ സർക്കാരിന് ഫീൽ ചെയ്തിട്ടുണ്ട്. സാധാരണ മറ്റ് വിഭാഗങ്ങളെയൊക്കെ സർക്കാർ വേണ്ടതുപോലെ അവരുടെ കാര്യങ്ങൾ ഇടപെടുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കോർപ്പറേറ്റ് ടാക്സ് വെട്ടിക്കുറച്ചിട്ട് ഏതാനും കുറേ വർഷങ്ങൾക്ക് മുമ്പ് കോർപ്പറേറ്റ് ടാക്സ് കാര്യമായിട്ട് വെട്ടിക്കുറച്ചിരുന്നു. അതേപോലെ തന്നെ ഏറ്റവും താഴേക്കടലുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും, പ്രത്യേകിച്ച് ഒരു അസംബ്ലി ഇലക്ഷൻസ് ഒക്കെ നടക്കുന്നതിൻ്റെ സാഹചര്യത്തിൽ പല സംസ്ഥാനങ്ങളും നമ്മൾ കണ്ടതാണ്, അവർക്ക് പലതരത്തിലുള്ള പദ്ധതികൾ അവർക്ക് വേണ്ടി ആവിഷ്കരിക്കുന്നു. എന്നാൽ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെയുള്ള ആ മധ്യവർഗത്തിന് അവരുടെ ഉപഭോഗത്തിന് വേണ്ടതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവർക്ക് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പലതാണ്. ഉദാഹരണത്തിന് വിലക്കയറ്റം, ഇൻഫ്ലേഷൻ, ഏതാണ്ട് RBIയുടെ ഇടപെടലോടുകൂടി കുറച്ചൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ഭക്ഷ്യ വിലക്കയറ്റം എന്ന് പറയുന്നത് ഇപ്പോഴും വളരെ കൂടുതലാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ ഏതാണ്ട് 9.7% ആയിരുന്നു ഭക്ഷ്യ ഇൻഫ്ലേഷൻ. ഇതിനകത്ത് പച്ചക്കറികളുടെ ഇൻഫ്ലേഷൻ 42% അപ്പോൾ അത് കുറച്ചൊന്ന് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള ഒരു മാറ്റം അതിനകത്ത് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ തൊഴിലില്ലായ്മ, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിലുള്ള തൊഴിലില്ലായ്മ, അതിപ്പോഴും 10% മുകളിലാണ്. ഈ 10% എന്നുള്ളത് സർക്കാരിൻ്റെ എസ്റ്റിമേറ്റാണ്, അതിൽ വളരെ കൺസർവേറ്റീവായിട്ടുള്ള എസ്റ്റിമേറ്റാണ്. ഇത് അവരുടെ കൺസംഷനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏതൊരു വലിയ വ്യവസായം എടുത്ത് നോക്കിയാലും, ഉദാഹരണത്തിന് കാറിൻ്റെ വിൽപ്പന എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയിൽ താഴെയുള്ള കാർ, അതാണ് അഫോർഡബിൾ സെഗ്മെൻ്റ് എന്ന് നമ്മൾ പൊതുവെ പറയുന്നത്, അതിൻ്റെ വിൽപ്പന കാര്യമായി ഇടിയാണ് സംഭവിച്ചത്. നേരെ മറിച്ച് SUVs, അതിന് മുകളിലോട്ടുള്ള പ്രീമിയം, ലക്ഷറി, ഇങ്ങനെയുള്ള കാറുകളുടെ വിൽപ്പനയിൽ ഗണ്യമായ മാറ്റം വരുന്നുണ്ട്. അതുപോലെ അഫോർഡബിൾ ഹൗസിംഗ്, അതിനകത്ത് വലിയൊരു ഇടിവ് നമ്മൾ കാണുന്നുണ്ട്. ഏതാണ്ട് 1 കോടി രൂപയിൽ താഴെയുള്ള വീടുകളെ സംബന്ധിച്ച് അവരുടെ വിൽപ്പനയിൽ ഇടിവ് സംബന്ധിക്കുന്നു. എന്നാൽ 1 കോടിക്ക് മുകളിലുള്ള സെഗ്മെൻറ്റ് ഉയരുന്നു. ഇത്തരത്തിലൊരു ഷേപ്ഡ് എക്കോണമിയിലേക്ക് കാര്യങ്ങളെ നയിക്കുന്ന രീതിയിൽ സംഭവങ്ങൾ മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് സർക്കാരിൻ്റെ ഒരു ഇടപെടൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഉണ്ടാവണം.
ആളുകളുടെ കയ്യിലേക്ക് കൂടുതൽ പണം എത്തിക്കാനായിട്ടൊരു ഇടപെടൽ ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള ഒരു മാർഗമായിട്ടാണ് അവരിതിനെ സ്വീകരിച്ചിരുന്നത്. പല സംഘടനകളും ഞാൻ ഇന്റർഫിയർ ചെയ്യണം. അതായത് ഈ ബജറ്റിനെ താങ്കൾ എങ്ങനെയാണ് സ്വീകരിക്കുക? ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഏറ്റവും സുന്ദരമായ ഒരു ബജറ്റ് സ്വതന്ത്ര ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെട്ടത് 1991 ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. കാരണം അത്ര വലിയ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്ന സമയത്ത് നവ ഉദാരവൽക്കരണ നയങ്ങളൊക്കെ ആവിഷ്കരിക്കപ്പെടുന്ന 91 ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ബജറ്റാണ് ഏറ്റവും സുന്ദരമായ ബജറ്റെന്ന് സാമ്പത്തിക രംഗത്തെ ചില വിദഗ്ധർ വിശേഷിപ്പിക്കുന്നുണ്ട്. സമാനമായതല്ലെങ്കിൽ പോലും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ രാജ്യത്ത് ഇപ്പോൾ ഈ അവതരിപ്പിക്കപ്പെട്ട ബജറ്റിനെ താങ്കൾ എങ്ങനെ വിശേഷിപ്പിക്കും? അല്ല, ഇതൊരു നേരിയ ആശ്വാസം നൽകുന്ന ബഡ്ജറ്റാണ് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇപ്പം നമുക്ക് പിന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് 1 കോടി ആളുകളെ കൂടി ഈ പിന്നെ സീറോ ടാക്സ് ബ്രാക്കറ്റിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടത്. 1 കോടി ആളുകൾക്ക് കൂടി പിന്നെ ടാക്സ് നൽകേണ്ടതില്ല. അതുപോലെ തന്നെ മധ്യവർഗത്തിലെ നിരവധി സ്ലാബുകൾ നമ്മൾ മൊത്തത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ ഒരു ആശ്വാസം പിന്നെ സാലറീഡ് എംപ്ലോയീസിനെ സംബന്ധിച്ചുണ്ടാകും. പക്ഷേ അത് ഗണ്യമായ ഒരു മാറ്റം നമ്മളുടെ ജീവിതത്തിൽ വരുത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഇന്ധനത്തിന്റെ വില ഉയരുകയാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾ പറഞ്ഞതുപോലെ ഈ മധ്യവർത്തി വിഭാഗത്തെ അഡ്രസ്സ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും വിലക്കയറ്റം പോലെ അവരുടെ ജീവിതത്തെ ദുസ്സഹമാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള നിർദ്ദേശങ്ങളില്ല. അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മ പോലെ രൂക്ഷമായ പ്രശ്നങ്ങൾ രാജ്യത്തെ ചെറുപ്പക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾ താങ്കൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു.